ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നിങ്ങളെല്ലാവരും ഇന്ന് നാനോ മെഷീൻ്റെ എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും അല്ലേ? പക്ഷേ ഇതാണ് പിക്ക് മീ അപ്പ് ഇൻഫിനിറ്റ് ഗാച്ച എന്ന് പറയുന്നൊരു സൗത്ത് കൊറിയൻ മാൻ വേണത്. ഇത് ഞാൻ കുറേ കാലമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ആഗ്രഹിച്ചിരുന്ന ഒന്നാണ്. എന്തായാലും ഇപ്പോഴാണ് അതിന് ടൈം കിട്ടിയത്. തുടക്കത്തിൽ കുറച്ച് നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവില്ല, പക്ഷേ അത് കൂടുതൽ എപ്പിസോഡ് ആകുമ്പോൾ നിങ്ങൾക്ക് അതൊക്കെ ഇങ്ങനെ മനസ്സിലായി വരും. ഇതിൻ്റെ ഒരു വൺ ലൈൻ സ്റ്റോറി എന്താണെന്ന് വെച്ചാൽ, റിയൽ ലൈഫിലുണ്ടായിരുന്ന ഹീറോ ഒരു ഗെയിമിൻ്റെ ഉള്ളിൽ ട്രാപ്പായി. അത് ഗെയിമാണെന്ന് തിരിച്ചറിയാൻ തന്നെ അവന് കുറേ വൈകി. അതിനുശേഷമാണ് അവന് വേറൊരു കാര്യം റിയലൈസ് ചെയ്തത്. ആ ഗെയിമിനുള്ളിൽ വെച്ച് മരിച്ചാൽ അത് പെർമനൻ്റ് ആയിട്ടുള്ളൊരു മരണമാണ്, റിയൽ ലൈഫിൽ മരിച്ചു എന്ന് തന്നെ അർത്ഥം. അപ്പോൾ അങ്ങനൊരു സർവൈവൽ ത്രില്ലർ സ്റ്റോറിയാണിത്. എനിക്ക് ഉറപ്പാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത്, കാരണം എനിക്കും ഇത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾക്കും ഇത് എന്തായാലും ഇഷ്ടപ്പെടുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. വീഡിയോൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് കുറേ ക്യാരക്ടേഴ്സിനെ കാണിച്ചു തരികയാണ്. എൻ്റെ പേര് കാൾ, ഞാനൊരു മെഴ്സണറി ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ്. എന്നെ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? എൻ്റെ പേര് ലെയിൽ എന്നാണ്, ഞാനൊരു കാർപ്പൻ്ററാണ്. എന്തിനാ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്? എൻ്റെ പേര് ഗ്രിറ്റ്, ഞാനൊരു സ്റ്റോൾ ഷോപ്പ് നടത്തുന്ന ആളാണ്. നിങ്ങൾക്കറിയോ ഇത് ഏതാ സ്ഥലം എന്ന്? പിന്നെ നമ്മൾ കാണിക്കുന്നത് ജന്ന എന്ന് പറഞ്ഞൊരു ലേഡിനെയാണ്. എനിക്കും അറിയില്ല എന്താ ഇവിടെ നടന്നുകൊണ്ട് നിൽക്കുന്നതൊന്നും. എൻ്റെ പേര് ഇസ്ലാത്ത് ഹാൻ, എനിക്കും തന്നെ അറിയില്ല ഇവിടെ എന്താ നടക്കേണ്ടതെന്ന്. ഇവനാണ് നമ്മുടെ ഹീറോ. അവിടെയാണെങ്കിൽ ആകെ 11 പേരുണ്ട്. അവർക്ക് ആർക്കും അറിയില്ല അവിടെ എന്താ നടക്കേണ്ടതെന്ന്. കണ്ടുകൊണ്ടിരിക്കണം, നമുക്കും അറിയില്ല എന്താ നടക്കേണ്ടതെന്ന്. ഇതെന്താടാ, നമ്മളെ വെച്ച് എന്തെങ്കിലും എക്സ്പെരിമെൻ്റ് നടത്താൻ വേണ്ടിയിട്ടാണോ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? മണ്ടത്തരം പറയാതടാ. പെട്ടെന്നാണ് അങ്ങോട്ട് കാണാൻ ഫയറിനെ പോലെ തോന്നിക്കണമെന്ന് വന്നത്. ഹലോ, എൻ്റെ പേരാണ് ഐസൽ, ഞാനാണ് ഈ സ്ഥലമൊക്കെ മാനേജ് ചെയ്ത് പോകുന്നത്. എന്ത്, നീയോ? അപ്പോൾ നീയാണോ ഞങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ഞാനൊന്നുമല്ല നിങ്ങളെ കൊണ്ടുവന്ന്, എൻ്റെ മാസ്റ്ററാണ് നിങ്ങളെ ഇങ്ങോട്ട് സമൺ ചെയ്തത്. ഞങ്ങളെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുവന്നതും പോരാ, നീ ഇത്രയൊക്കെ സംസാരിക്കുന്നോ? നോക്കുമ്പോൾ പെട്ടെന്ന് ഒരുത്തം വാളെടുത്ത് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോയി. ഞാൻ നിങ്ങളോട് പറയാൻ മറന്നുപോയി, നിങ്ങൾ നല്ല രീതിക്ക് ബിഹേവ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കുറേ പ്രോബ്ലംസ് ഫേസ് ചെയ്യേണ്ടി വരും. നീ മിണ്ടാതിരിക്കടി, ആദ്യം തന്നെ നിൻ്റെ ആ വായ തന്നെ ഞാൻ മുറിച്ച് കളയാം. നോക്കുമ്പോൾ പെട്ടെന്ന് അവൻ്റെ തല മുറിഞ്ഞു പോയി. മൊൽമോണ്ടി ഇപ്പോൾ ഗോഡസിൻ്റെ അടുത്തേക്ക് തിരിച്ചു വന്നു. അവൻ്റെ ഈ ഫൈറ്റിംഗ് സ്പിരിറ്റ് എറ്റേണിറ്റി വരെ നമ്മൾ റിമെമ്പർ ചെയ്യും. പെട്ടെന്നാണ് ഈ ഒരു മെസ്സേജ് അവിടെ എല്ലാവർക്കും വന്നത്. മരണകാരനാണെങ്കിൽ സൂയിസൈഡ് എന്നാണ് കാണിക്കണത്. ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞതല്ലേ എൻ്റെ അടുത്ത് പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ നിൽക്കരുതെന്ന്. അതുകൊണ്ട് തന്നെ ഇതൊരു സെൽഫ് ഡിഫെൻസ് പോലെയാണ്. ഞാൻ എന്താണോ പറയുന്നത് അത് നിങ്ങൾക്ക് ആ ഒരു അക്ഷരം പോലും തെറ്റിക്കാതെ കേൾക്കുന്നതാണ് നല്ലത്. എടാ, അവൻ മരിച്ചടാ, അവൻ മരിച്ചു. എല്ലാവരും അലറാൻ തുടങ്ങി. പെട്ടെന്ന് വേറൊരു മെസ്സേജ് വന്നു. പാർട്ടി ഹാസ് ബീൻ ഫോംഡ്, ഹീറോസൊക്കെ തിരിച്ചു വരികയാണ്. ഓ, ഫൈനലി മാസ്റ്റർ തിരിച്ചു വന്നു. എല്ലാവരും പെട്ടെന്ന് തന്നെ റെഡിയാവ്. ക്രാക്ക് ഓഫ് സ്പേസ് ആൻഡ് ടൈം ഓപ്പൺ ആക്കടാ. പെട്ടെന്ന് നോക്കുമ്പോൾ അവിടെ ഒരു ഗേറ്റ് തുറന്നു വന്നു. ഇതൊക്കെ കണ്ടിട്ടാണെങ്കിൽ അവിടുത്തെ പ്ലെയേഴ്സ് ആകെ പേടിച്ച് നിൽക്കുക. അതാ ആ ഗേറ്റ് കാണില്ലേ നിങ്ങൾ ലാസ്റ്റത്തെ ആളെ പോലെ മരിക്കണ്ടെങ്കിൽ എല്ലാവരും അതിൻ്റെ ഉള്ളിലോട്ട് പെട്ടെന്ന് തന്നെ കയറിപ്പോ. പെട്ടെന്നാണ് ഹീറോ മുന്നേക്ക് വന്നത്. നീ ഞങ്ങളോട് ടവർ ക്ലൈംബ് ചെയ്യാൻ പറയുന്നതൊക്കെ ഓക്കെ, പക്ഷേ ഞങ്ങൾക്കൊരു വെപ്പണും ഇല്ലല്ലോ. നീ മാസ്റ്ററിനോട് ഞങ്ങൾക്ക് വെപ്പൺ തരാൻ പറയേ. ഞങ്ങളെല്ലാവരും 1 സ്റ്റാർ പ്ലെയർ ആണെന്ന് നിനക്കറിയില്ലേ? ഞങ്ങളെല്ലാവരും എന്താ സൂയിസൈഡിന് വേണ്ടി അയക്കണോ നീ? എന്ത്, വീണ്ടും ടവറെന്നോ? അപ്പോൾ ഇവൻ ഇതിനെക്കുറിച്ച് എന്തൊക്കെയോ അറിയാം. ഇപ്പം തന്നെ ഒരു പ്രഷ്യസ് 2 സ്റ്റാർ ഹീറോ ആണ് മരിച്ചത്. അതുകൊണ്ട് അറ്റ്ലീസ്റ്റ് ഇതെങ്കിലും ഞങ്ങൾക്കൊന്ന് അലോ ചെയ്യേ. അതുകൊണ്ട് തന്നെ ഐസൽ മാസ്റ്ററിനോട് റിക്വസ്റ്റ് ചെയ്തു വെപ്പണിന് വേണ്ടിയിട്ട്. ഇവിടെയാണെങ്കിൽ ടോട്ടലായിട്ട് 100 ഫ്ലോർസ് ഉണ്ട്. അതിൽ ഓരോന്നും കീഴടക്കണമെങ്കിൽ ഓരോ വെപ്പൺസും ഓരോ ഹീറോസൊക്കെ വേണം. അപ്പോൾ നിനക്ക് ഈ സ്ഥലത്തിനെക്കുറിച്ചൊക്കെ അറിയോ? എനിക്ക് കൂടുതലായിട്ടൊന്നും അറിയില്ല, ഞാൻ കുറേ കാലമായിട്ടൊന്നുമില്ല ഇവിടേക്ക് എത്തിയിട്ട്. എന്ത്, കുറേ കാലമായിട്ടില്ലെന്നോ? അപ്പോൾ ഇവൻ, എനിക്ക് ആകെ അറിയാവുന്ന കാര്യം, നിങ്ങളെ നല്ല രീതിക്ക് പെർഫോം ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് മരിക്കുക, അത്രേ എനിക്കറിയൂ. എല്ലാവരും പെട്ടെന്ന് തന്നെ അവിടെ പോയിട്ട് വെപ്പൺസൊക്കെ കളക്ട് ചെയ്തോ, ഇതിപ്പോൾ സ്റ്റാർട്ട് ചെയ്യും. എന്ത് സ്റ്റാർട്ട് ചെയ്യുക? ബാറ്റിൽ. അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ഇത് ബാറ്റിലിന് വേണ്ടിയിട്ടാണെന്ന്. അതുകൊണ്ട് തന്നെ അവരൊക്കെ പെട്ടെന്ന് തന്നെ ഓരോ വെപ്പൺസായിട്ട് ചൂസ് ചെയ്യാൻ തുടങ്ങി. ഇവിടെ ഉണ്ടായിരുന്ന ബോഡി എവിടെ? ഇതെന്താ മാജിക്കാണോ? മിണ്ടാതിരിയാടാ. ആദ്യം തന്നെ നിങ്ങൾ 5 പേരും ഈ ഗേറ്റിൻ്റെ ഉള്ളിലോട്ട് പോകും. പേടിച്ചിട്ടാണെങ്കിലും അതിൻ്റെ ഉള്ളിൽ പോകണം എന്നുള്ളതുകൊണ്ട് തന്നെ അവർ 5 പേരും പോയി. നമ്മുടെ ഹീറോ ആണെങ്കിൽ ഒരു സോഡും ഒരു ഷീൽഡും പിടിച്ച് നിൽക്കുക. അപ്പുറത്തേക്കുള്ള ജനയാണെങ്കിൽ ചോദിക്കുന്നുണ്ട്, എന്തിനാ ഈ വെപ്പൺസൊക്കെയെന്ന്? അതൊക്കെ എന്തിനാണ് നീ ചോദിക്കണത്? ഇതൊക്കെ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയില്ലേ, ഇത് നമ്മൾ എനിമീസിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഉള്ളിൽ പോയ ഓരോരുത്തരായിട്ട് മരിക്കാൻ തുടങ്ങി. ആ മരിക്കും തോറും ഗോഡസിൻ്റെ അടുത്തേക്ക് പോണതിൻ്റെ ആ മെസ്സേജ് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അയ്യോ, ഫസ്റ്റ് ടീം ഫുള്ളായിട്ട് തീർന്നല്ലോ. ഐസലാണെങ്കിൽ ആകെ ദേഷ്യത്തിൽ നിൽക്കുക, ഈ യൂസ്ലെസ് ബാസ്റ്റേഡ്സ്. പെട്ടെന്ന് തന്നെ അടുത്ത പാർട്ടിനെ ഫോം ചെയ്യാനുള്ള മെസ്സേജ് വന്നു.
ഐസലാണെങ്കിൽ ഹീറോനെയും ബാക്കിയുള്ള മെമ്പേഴ്സിനും എല്ലാവരും പാടെ കൂട്ടി ഒരു ടീമാക്കി മാറ്റി. പെട്ടെന്നാണ് അവിടെ ഉണ്ടായിരുന്നൊരു വയസ്സൻ വന്ന് പറഞ്ഞ്, ഹേയ് ഫെയറി, എനിക്ക് ഭയങ്കര കാലുവേദന ഉള്ള ആളാണ് ഞാൻ, എനിക്കൊരു അടി പോലും നടക്കാൻ പറ്റില്ല. യു പങ്ക്, മര്യാദക്ക് വായടച്ച് ഉള്ളിലോട്ട് പോകാൻ നോക്കടാ കിളവാ. ഏയ് ഇല്ല, ഞാനില്ല, എന്നെക്കൊണ്ട് വയ്യ. നോക്കുമ്പോൾ ജന വന്നിട്ട് അയാളെയും പിടിച്ച് അതിൻ്റെ ഉള്ളിലോട്ട് കയറി. എല്ലാവർക്കും വേറെ വഴിയില്ലാത്തതുകൊണ്ട് ആ ഗേറ്റിൻ്റെ ഉള്ളിലോട്ട് കയറി. ആ ഗേറ്റിൻ്റെ ഉള്ളിൽ കയറി അവരാണെങ്കിൽ ഇതൊക്കെ കണ്ട് ആകെ അന്തം വിട്ട് നിൽക്കുക. ഇതേതാ സ്ഥലം? ഇതെന്തെങ്കിലും ടെമ്പിളാണോ? അവിടെ എന്തോ എഴുതി വെച്ചിട്ടുണ്ട്. നോക്കുമ്പോൾ പെട്ടെന്നാണ് വേറൊരു ഗേറ്റ് കണ്ട്. ഇതിൻ്റെ ഉള്ളിലാണ് ഫസ്റ്റ് ഫ്ലോർ ഉള്ളത്. ഗേറ്റ് ഓപ്പൺ ആവുന്നുണ്ട്, എല്ലാവരും റെഡിയാവ്, ഹീറോ വിളിച്ചു പറഞ്ഞു. അതിൻ്റെ ഉള്ളിലോട്ട് കയറിയപ്പോഴാണെങ്കിൽ എന്തോ ഒരു തരം ഒരു സ്ഥലം. ഇതൊക്കെ കണ്ടിട്ട് അതിൻ്റെ ഉള്ളിൽ എല്ലാവരും കിളി പോയി നിൽക്കുക. ഇതേതാ ഈ സ്ഥലം? നോക്കുമ്പോൾ പെട്ടെന്ന് തന്നെ മെസ്സേജ് വന്നു, ഇതാണ് ഫ്ലോർ 1, എല്ലാ എനിമീസിനെയും തീർക്കണം. നോക്കുമ്പോൾ അവിടെ കുറേ ഗോബ്ലിൻസിനെ കണ്ടു. ഞാൻ നിങ്ങളോട് മുന്നേ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഫൈറ്റ് ചെയ്താലേ ജീവിച്ചിരിക്കാൻ പറ്റൂ. അതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്നിച്ച് ഫൈറ്റ് ചെയ്യാൻ നോക്ക്. പെട്ടെന്നാണ് അവരപ്പം വന്നൊരു 3 പേര് പേടിച്ച് ഓടിപ്പോകാൻ തുടങ്ങിയത്. ഇത് കണ്ടിട്ട് പേടിച്ച ജന്നയുടെയും പവറും 30% റെഡ്യൂസായി. എടാ കിളവാ, നീയല്ലേ പറഞ്ഞ് നിനക്ക് കാലുവേദനയാണെന്ന്? ഹേയ്, അതൊക്കെ ഇപ്പോൾ ബെറ്ററായി, ഒരു കുഴപ്പമില്ല. പെട്ടെന്ന് തന്നെ അവരെല്ലാവരും പോയി എന്തോ ഒരു സ്ഥലത്ത് മുട്ടി. നോക്കുമ്പോൾ അവിടെ ഒരു ചുമരുണ്ട്, ആർക്കും കാണാത്ത രീതിക്കുള്ളൊരു ചുമരാണത്. ഇതെന്താ ഇത്? എന്നെ ഇവിടുന്ന് പറഞ്ഞയക്കാൻ നോക്കടാ. നാശം, ഇവന്മാരെ കൊണ്ടൊന്നും ഒരു യൂസും ഇല്ല. ആ ഗോബ്ലിൻസിനൊക്കെ കൊന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് പുറത്തു പോകാൻ പറ്റുമോ? നിനക്ക് ബോ എങ്ങനെ യൂസ് ചെയ്യാമെന്നറിയോ? എൻ്റെ ഫാദർ ഒരു ഹണ്ടറായിരുന്നു. ഞാൻ അവരോടൊപ്പം പോയി ഫൈറ്റ് ചെയ്യുക, നീ അവർക്ക് മേലെ ആരോ ഷൂട്ട് ചെയ്യുക, നിന്നെക്കൊണ്ട് ചെയ്യാൻ സാധിക്കില്ലേ? യെസ്. അപ്പോൾ അവരെ വിട്ടേക്ക്, അവരെ കൊണ്ട് ഇനി ഒരു കാര്യമില്ല. ഗോബ്ലിൻസൊക്കെ ഭയങ്കര അഗ്രസീവായിട്ട് തന്നെ അറ്റാക്ക് ചെയ്യാൻ വന്നു. അതുങ്ങൾ വരുന്നുണ്ട്. ആക്ച്വലി ഇത് നമ്മുടെ ഹീറോ ഇതുവരെയായിട്ടും ഒരു സ്വേർഡ് വീൽഡ് ചെയ്തിട്ടേ ഇല്ല, ഷീൽഡാണെങ്കിൽ യൂസ് ചെയ്തിട്ടുമില്ല. പക്ഷേ ഇതല്ലാതെ വേറെ വഴിയില്ലാത്തതുകൊണ്ട് തന്നെ അവൻ ആ ഗോബ്ലിൻസിൻ്റെ ഒപ്പം ഫൈറ്റ് ചെയ്യാൻ റെഡിയായി. എൻ്റെ പേരാണ് ഇസ്ലാത്ത് ഹാൻ. എൻ്റെ റിയൽ നെയിം ഹാൻ സ്യോജിൻ എന്നാണ്. ഈ ഗെയിമിൽ ജയിക്കണമെങ്കിൽ നല്ല രീതിക്കുള്ള ലക്ക് വേണം. അതുകൊണ്ട് തന്നെ എനിക്ക് ഫൈറ്റ് ചെയ്യാതെ വേറെ വഴിയില്ല എന്നും പറഞ്ഞ് നമ്മുടെ ഹീറോ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി ചെന്നതും ആ ഗോബ്ലിൻ്റെ ഒറ്റ അറ്റാക്കിൽ തന്നെ ഹീറോൻ്റെ ഷീൽഡ് അങ്ങ് പൊട്ടിപ്പോയി. അതേസമയം ജന്നയാണെങ്കിൽ ബാക്കിൽ നിന്ന് നമ്മുടെ ഹീറോനെ കവർ ചെയ്ത് ആരോ ഷൂട്ട് ചെയ്തുകൊണ്ട് നിൽക്കുക. ഇപ്പോഴാണ് നമ്മളെ കാണിക്കേണ്ടത് ഇതെന്താ സംഭവം. ഇത് പിക്ക് മീ അപ്പ് എന്ന് പറഞ്ഞൊരു ഗെയിമാണ്. മോബിയസ് എന്ന് പറഞ്ഞൊരു കമ്പനിയാണ് ഈ ഗെയിം ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ ഗെയിമിൻ്റെ ഗോൾ തന്നെ 100th ഫ്ലോർ വരെ എത്തുക എന്നുള്ളതാണ്. അതിനുവേണ്ടി നമുക്ക് ഹീറോസിനൊക്കെ പ്രൊവൈഡ് ചെയ്യും. ഹീറോസിൻ്റെ മെറ്റീരിയൽസും വെപ്പൺസും ഒക്കെ നമ്മളാണ് ക്രാഫ്റ്റ് ചെയ്യേണ്ടത്. അതിനനുസരിച്ച് നമ്മൾ സ്ട്രാറ്റജി ഒക്കെ ഉണ്ടാക്കി ഒരു ടീമിനെ തന്നെ ഫോം ചെയ്യണം. പക്ഷേ ഇതൊരു ഷിറ്റി ഗെയിമാണ്. ഇതിലത്തെ റൂൾസൊക്കെ ഭയങ്കര ടഫാണ്. നമ്മുടെ ഹീറോ ആണെങ്കിൽ ഇത് കളിച്ചുകൊണ്ട് നിൽക്കുക. പെട്ടെന്നാണ് എന്ത് ട്രാൻസെൻഡൻ്റൽ അഡ്വൻറ്റോ? ഓ, ഈ ഷിറ്റി ഗെയിമിലും ഒരു ഇവൻറ്റോ? ഹീറോസിനാണെങ്കിൽ 1 സ്റ്റാർ മുതൽ 7 സ്റ്റാർ വരെ കിട്ടും. പക്ഷേ ഇതിൽ ഞാനാണ് ഭയങ്കര ഹൊറിബിൾ ലക്കുള്ള ആൾ. എത്രയൊക്കെ കാശ് ചിലവാക്കിയാലും ഇതിൽ 5 സ്റ്റാറിൻ്റെ മേലേക്ക് ഒരു സ്റ്റാറേ അവനക്ക് കിട്ടണില്ല. എന്ത്, ഒരു ഡഞ്ചനിൽ പോയാൽ 7 സ്റ്റാർ ഉണ്ടാക്കാമെന്നോ? അപ്പോൾ ഇതിൽ എന്തായാലും ജോയിൻ ചെയ്യണം. മറ്റുള്ള ഗെയിമിനെ പോലല്ല, പിക്ക് മീ അപ്പിന് ഹാർഡ് കോർ ആയിട്ടുള്ളൊരു റൂള് തന്നെ ഉണ്ട്. നിങ്ങൾ എത്ര തന്നെ പൈസ ചിലവാക്കിയിട്ടൊരു ഹീറോനെ വാങ്ങിയാലും അത് ഒരു പ്രാവശ്യം മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന് റിവൈവ് ചെയ്യാനേ സാധിക്കില്ല. ഓ, അപ്പോൾ ഒരു 1 സ്റ്റാർ ആണെങ്കിലും 6 സ്റ്റാർ ആണെങ്കിലും ഒരു പ്രാവശ്യം മരിച്ചു കഴിഞ്ഞാൽ അത് തീർന്നു അല്ലേ? സോ ഞാനൊരു ഡമ്മി ടീമിനെ ആദ്യം തന്നെ പറഞ്ഞയക്കാം. അപ്പോൾ പിന്നെ അത് തീർന്നാലും എനിക്കൊരു വിഷയമല്ലല്ലോ. പെട്ടെന്ന് തന്നെ ഡഞ്ചൻ ഓപ്പണായി. അപ്പോഴത്തേന് തന്നെ വാർണിംഗ് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വരാൻ തുടങ്ങി. പാർട്ടിയിലുള്ള എല്ലാ മെമ്പേഴ്സും പേടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് പറഞ്ഞിട്ട് മെസ്സേജ് വരാൻ തുടങ്ങി അവന്. എന്തിനാ ഇവരെല്ലാവരും പേടിച്ചുകൊണ്ട് നിൽക്കുന്നത്? പേടിച്ചാലാണെങ്കിൽ ഇവരുടെയൊക്കെ 30% പവർ അപ്പം തന്നെ റെഡ്യൂസ് ചെയ്യും. ഓരോരുത്തരായിട്ട് മരിക്കാൻ തുടങ്ങി. അവസാനം ഹീറോൻ്റെ അവതാരണയും കൊന്നു. നോക്കുമ്പോൾ ഓപ്പണൻ്റ് ആണെങ്കിൽ 999 ലെവലിലുള്ള ഒരു ഏലിയനാണ്. ഇതെന്താ, എന്തെങ്കിലും തരത്തിലൊരു ബഗ്ഗാണോ? ഇതെന്തായാലും ഒരു സിസ്റ്റം എറർ തന്നെയാണ്. ഞാൻ ആ ബോസിൻ്റെ പാറ്റേൺസ് നോക്കുന്നതിന് മുന്നേ തന്നെ ഇവരൊക്കെ മരിച്ചു. ഇതുകൊണ്ട് ഒരു കാര്യമില്ല. നോക്കുമ്പോൾ പെട്ടെന്നാണ് അതിൻ്റെ ഉള്ളിലത്തെ ഏലിയന് ഹീറോനെ നോക്കി ചിരിക്കാൻ തുടങ്ങിയത്. അതും ഒരു ക്രീപ്പി ആയിട്ടുള്ള ചിരി. ഇതെന്ത് പാറ്റേണാ? നോക്കുമ്പോൾ പെട്ടെന്നാണ് ഹീറോൻ്റെ കണ്ണിൽ ഇരുട്ടിങ്ങനെ കയറാൻ തുടങ്ങി. അവനാണെങ്കിൽ ഇതെന്താ സംഭവം എന്നറിയാതെ ആകെ പേടിച്ച് നിൽക്കുക. പെട്ടെന്നൊരു മെസ്സേജ് വന്നു, ക്രിയേറ്റിംഗ് യുവർ അക്കൗണ്ട്. അക്കൗണ്ടോ? പെട്ടെന്ന് തന്നെ അടുത്ത മെസ്സേജ് വന്നു, നെയിം ചൂസ് ചെയ്യാൻ പറഞ്ഞിട്ട്. ഹീറോക്കാണെങ്കിൽ മനസ്സിലാവണമില്ല ഇതെന്താ സംഭവം എന്ന്. നോക്കുമ്പോൾ അവന് എനിത്തിങ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പേര് ഗെയിം എന്നെ സജസ്റ്റ് ചെയ്തു. ഇത് ഓക്കെ അല്ലേ വെച്ചിട്ട്. എനിത്തിങ്ങോ? ഇതൊക്കെ എന്ത് പേരാടാ? ഇത് തനിയെ പ്രവർത്തിച്ചുകൊണ്ട് നിൽക്കുകയാണല്ലോ, എൻ്റെ സമ്മതമൊന്നും ചോദിക്കാതെ.
പെട്ടെന്ന് തന്നെ അടുത്ത മെസ്സേജ് വന്നു, വെൽക്കം ടു ദി വേൾഡ് ഓഫ് പിക്ക് മീ അപ്പ് എന്ന് പറഞ്ഞിട്ട്. നിങ്ങൾക്ക് ട്യൂട്ടോറിയൽ സ്റ്റാർട്ട് ചെയ്യല്ലേ, ഇത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റിവാർഡ് കിട്ടുന്നതാണ്. ഹീറോക്കാണെങ്കിൽ ആകെ കിളി പോയി നിൽക്കുക. അവസാനം ഹീറോ അതിൻ്റെ ഉള്ളിൽ കയറി നോക്കുമ്പോഴാണെങ്കിൽ അപ്പോൾ ഒരു സ്റ്റോറി ഓടിയും കൊണ്ട് നിൽക്കുകയാണ് അതിൻ്റെ ഉള്ളിൽ. ഒരു ദേശത്ത് ഇസ്ലാത്ത് ഹാൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പാവം കുട്ടി ഉണ്ടായിരുന്നു. അവിടേക്ക് പെട്ടെന്നാണ് ഒരു അൺനോൺ എനിമീസൊക്കെ കയറി വരാൻ തുടങ്ങിയത്. യോ മാസ്റ്റർ, നിനക്ക് ഈ വേൾഡിനെ രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ടവറിനെ ക്ലെയിം ചെയ്യാൻ നോക്ക്. കുറേ ഹീറോസ് നിങ്ങളോടൊപ്പം വന്ന് ജോയിൻ ചെയ്യുന്നതാണ്. നോക്കുമ്പോൾ പെട്ടെന്ന് ട്യൂട്ടോറിയൽ ക്വസ്റ്റ് പറഞ്ഞിട്ട് കുറേ ഗോബ്ലിൻസിനെ ഇറക്കി വിട്ടു. ഹീറോ ആണ് ഇതൊക്കെ കണ്ട് ആകെ പേടിച്ച് നിൽക്കുക. ഗോബ്ലിൻസോ, ഇതെന്ത് മെസ്സേജാ? പക്ഷേ ഹീറോ പെട്ടെന്ന് തന്നെ ആ റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്തു. ഇവിടെ ഫൈറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും മരിക്കുന്ന ഹീറോക്ക് മനസ്സിലായി. ആ വന്നുകൊണ്ട് നിൽക്കുന്ന ഗോബ്ലിനെ ഹീറോ പെട്ടെന്ന് തന്നെ അവൻ്റെ സോഡ് എടുത്ത് അങ്ങോട്ട് കൊന്നു കളഞ്ഞു. ഈ ഗെയിം ഭയങ്കര റിയലിസ്റ്റിക് ആയതുകൊണ്ട് തന്നെ കൺട്രോൾ ചെയ്യാനൊന്നും ആരുമില്ല, എല്ലാം ചെയ്യേണ്ടത് ഹീറോ തന്നെയാണ്. പെട്ടെന്നാണ് സ്റ്റേജ് ക്ലിയർ ആയി പറഞ്ഞിട്ടൊരു മെസ്സേജ് വന്ന്. അതുകൊണ്ട് തന്നെ മെയിൽ ബോക്സിന് അവനൊരു റിവാർഡും കൊടുത്തു. ഇതെന്താ സംഭവം? ഞാൻ ഗെയിമിൻ്റെ ഉള്ളിൽ വല്ലതും വന്ന് പെട്ടുകയാണോ? പെട്ടെന്നാണ് ഹീറോ നടന്നൊരു സ്ഥലത്തേക്ക് എത്തിയത്. ഈ സീന് ഇതിന് മുന്നേ കണ്ട് നല്ല പരിചയമുണ്ടല്ലോ. എന്ത്, ഇത് പിക്ക് മീ അപ്പ് അല്ലേ? പെട്ടെന്ന് തന്നെ അടുത്ത മെസ്സേജ് വന്നു, മാസ്റ്റർ ഞങ്ങൾ അടുത്ത സ്റ്റേജിലേക്ക് പോവുകയാണ്. മെനുവിൽ സമ്മൺ എന്ന് പറഞ്ഞൊരു ടാബ് ഉണ്ട്. ഫസ്റ്റ് സമ്മൺ ഫ്രീ ആണ്. അതിൽ 500 ജെംസ് ഉണ്ടാവും നിങ്ങൾക്ക്. നോക്കുമ്പോൾ ഹീറോ സമ്മൺ ചെയ്തുകൊണ്ട് തന്നെ പെട്ടെന്ന് ആ ഗേറ്റ് ഓപ്പണായി. അതിൻ്റെ ഉള്ളിൽ നിന്ന് വെളിച്ചങ്ങനെ വന്നുകൊണ്ട് നിൽക്കുക. പിന്നാലെ ബേക്കുന്നൊരു പെണ്ണും ഇറങ്ങി ഇങ്ങനെ വന്നു. മാസ്റ്റർ എനിത്തിങ് ഹീറോ ഷായ സമ്മൺ ചെയ്തു. സമ്മൺ ചെയ്തിക്കേ? ഞാനോ? നോക്കുമ്പോൾ നമ്മുടെ ഹീറോ ചെയ്തതാണെങ്കിൽ ഒരു സൂപ്പറും റയറും ആയിട്ടുള്ളൊരു സമ്മണാണ്. പിക്ക് മീ അപ്പിൻ്റെ ഉള്ളിൽ ഇത്ര അടിപൊളിയായിട്ടുള്ള സമ്മണൊക്കെ കിട്ടുമോ? നിങ്ങളാണോ എന്നെ സമ്മൺ ചെയ്തത്? നിങ്ങൾ ആരാണ്? ഞാൻ ഷായ്, ഒരു നൈറ്റാണ്. ഞാൻ ഹാൻസ്യോജിൻ. ഹാൻസ്യോജിനോ? എന്തൊരു വിയേഡായിട്ടുള്ള പേരാണത്. അല്ല, അത് ഹാൻസ്യോജിൻ എന്നാണ്. പെട്ടെന്ന് തന്നെ ഷായോടൊപ്പം ചേർന്നൊരു പാർട്ടി ഫോം ചെയ്യാൻ പറഞ്ഞിട്ട് നമ്മുടെ ഹീറോക്ക് മെസ്സേജ് വന്നു. ഈ ഗെയിമിൽ നമ്മുടെ ഹീറോ ഒരു പ്ലെയറാണ്. പുറത്തുനിന്ന് വേറെ ആരോ ആണ് ഇത് കൺട്രോൾ ചെയ്യണം, അവൻ്റെ മാസ്റ്റർ. ആ മാസ്റ്റർ ഹീറോനെയും ഷായിനെയും അടുത്ത ഡഞ്ചനിക്ക് പറഞ്ഞയച്ചു. നീ പുതിയതായിട്ട് വന്നതാണല്ലേ? നിൻ്റെ ആ ഫോം കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. ഇതെൻ്റെ ഫസ്റ്റ് ടൈമാണ്. ഞാനാണെങ്കിൽ ഇന്നേ വരെ ഒരു സ്വേർഡ് പോലും പിടിച്ചിട്ടില്ല. ആ ഷായി ആണെങ്കിൽ ഗോബ്ലിൻസൊക്കെ ഒരു ഫ്ലാഷിനെ പോലെ തീർത്തുകൊണ്ട് നിൽക്കുക. പെട്ടെന്ന് തന്നെ അടുത്ത മെസ്സേജ് വന്നു, സ്റ്റേജ് ക്ലിയർ ആയി എന്നും പറഞ്ഞിട്ട്. അവൾ ഭയങ്കരമായിട്ട് ഓവർവെൽമിങ് ആണല്ലോ. എന്തായാലും എന്നെക്കാട്ടിലും 3 സ്റ്റാർ മേലല്ലേ, അതുകൊണ്ട് ഒരു കംപ്ലൈൻറ്റും പറയാൻ പറ്റില്ല. പക്ഷേ പ്രോബ്ലംസ് ശരിക്കും സ്റ്റാർട്ട് ചെയ്ത് തന്നെ അപ്പോഴാണ്. നോക്കുമ്പോൾ അടുത്ത മെസ്സേജ് വന്നു, ഹീറോസിനെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടി സിന്തസൈസ് ചെയ്യണം, അതിനുവേണ്ടി ഡോർസ് ഓപ്പൺ ആവുകയാണെന്നും പറഞ്ഞിട്ട്. എന്ത് സിന്തസൈസോ? ഈ എൻ്റെ കാര്യം തീർന്നു. പെട്ടെന്ന് തന്നെ ഐസേൽ വന്ന് ഹാനോട് സ്പീഡിൽ നടക്കാൻ പറഞ്ഞു. മാസ്റ്റർ നിന്നെ കാത്തിരിക്കുകയാണ്. നിൻ്റെ പേര് ഐസേൽ എന്നല്ലേ? അതെ, ഞാനാണ് ഐസേൽ. അല്ല, നിനക്കെങ്ങനെ എൻ്റെ പേരറിയാം? നീ ആരാ? എനിക്കറിയാം, കാരണം ഞാനൊരു പിക്ക് മീ അപ്പ് യൂസറാണ്. ഞാൻ ഹാൻസ്യോജിൻ എന്നാണ് എൻ്റെ പേര്. ഹാൻസ്യോജിനോ? അപ്പം നീ ഇസ്ലാത്ത് ഹാൻ അല്ലേ? എന്ത്, നിൻ്റെ ഇന്നത്തെ പിക്ചർ നോക്കുമ്പോഴും വേറെ മാതിരിയാണല്ലോ. അപ്പം നീ ശരിക്കും ഇസ്ലാത്ത് ഹാൻ അല്ലേ? ഞാൻ ഗാങ്സ്യോഗുള്ള ഹാൻസ്യോജിനാണ്. ഞാൻ എവിടെയാണോ നിന്ന് എന്നെ പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് അയക്കടി. അപ്പം നീ എർത്തുനിന്ന് വന്ന ആളാണോ? അതെ. അല്ല പിന്നെ ഞാൻ മാഴ്സിൽ നിന്ന് വരണോ? ഇവിടെ എന്താ സംഭവിച്ച്? നീയൊക്കെ എന്തിനാടാ ഇങ്ങോട്ട് വന്നത്? എന്തായാലും നീ പോവാൻ നോക്ക്. ഇല്ല, അതിൻ്റെ ഉള്ളിലോട്ട് പോയാൽ ഞാൻ എന്തായാലും മരിക്കും. ഇല്ലടാ, അതിൻ്റെ ഉള്ളിൽ പോയാൽ സിന്തസൈസ് ആവശ്യമുള്ളൂ. രണ്ടും ഒന്ന് തന്നെ അല്ലേ? എന്തായാലും നീ പോവാൻ നോക്ക്. ഐസേൽ നമ്മളെ ഹാനിനെ അതിൻ്റെ ഉള്ളിലേക്ക് തള്ളി വിട്ടു. പെട്ടെന്ന് അടുത്ത മെസ്സേജ് വന്നു, മാസ്റ്റർ സിന്തസൈസ് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നും പറഞ്ഞിട്ട്. സ്റ്റാർട്ട് ചെയ്തോ? അപ്പോൾ എൻ്റെ കാര്യം തീർന്നു. ഈ സിന്തസൈസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ അടുത്ത് ഇപ്പോൾ 2 ഹീറോസ് ഉണ്ടെങ്കിൽ ആ 2 ഹീറോസിനെയും പാടെ പവർ കമ്പൈൻ ചെയ്തിട്ട് ആ ഒരു ഹീറോ ആക്കി മാറ്റിയിട്ട് ആ ഒരു പവർ ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുക. അതുകൊണ്ട് തന്നെ അവിടെ ഒരു ഹീറോ സാക്രിഫൈസ് ചെയ്യണം. ഇവിടെ ശരിക്കുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഞാനാണെങ്കിൽ ഒരു 1 സ്റ്റാർ, ഷാ ആണെങ്കിൽ ഒരു 4 സ്റ്റാർ നൈറ്റും. ഒരു നോർമൽ പ്ലെയർ ആണെങ്കിൽ ഷായെ കൊല്ലുമില്ല, എന്നെ വെറുതെ വിടുമില്ല. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ മരിക്കാൻ പോണത്. ഒരാൾ പോലും 4 സ്റ്റാറിനെ പിടിച്ച് 1 സ്റ്റാർക്ക് ആഡ് ചെയ്യില്ലല്ലോ. സിന്തസിസ് കംപ്ലീറ്റ് ആയി. നോക്കുമ്പോൾ അപ്പോഴും നമ്മുടെ ഹീറോ മരിച്ചിട്ടില്ല. ഹീറോക്ക് സന്തോഷമായി. അപ്പോൾ ഇത് നീ എന്തിനാ ഡിസപ്പിയർ ആയിക്കൊണ്ടിരിക്കണ്? ഇങ്ങനെ നടക്കാൻ ഒരു സാധ്യതയില്ലല്ലോ. നീ ഒരു 4 സ്റ്റാറും ഞാൻ 1 സ്റ്റാറും അല്ലേ? ഇവിടെ എന്നല്ല ചൂസ് ചെയ്ത്, അത്രേ ഉള്ളൂ. എന്തായാലും ഇതൊക്കെ ഞാൻ നിനക്ക് വിട്ടു തരികയാണ് ഹാൻ.
എനിക്ക് മനസ്സിലാവണില്ല എന്താ ഈ സംഭവിച്ചുകൊണ്ടിരിക്കേണ്ടതെന്ന്. അതൊക്കെ ഫ്ലാഷ് ബാക്ക് ആയിരുന്നു. ഇപ്പോൾ നമുക്ക് പ്രസൻറ്റ് കാണിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴാണെങ്കിൽ നമ്മുടെ ഹാൻഡപ്പുള്ള ബാക്കിയുള്ളവരൊക്കെ കൊന്നുകൊണ്ടിരിക്കുകയാണ് ഗോബ്ലിൻസ്. ഒരിക്കലും നീ നിൻ്റെ ഗാർഡ് ഡൗൺ ചെയ്യാൻ നിൽക്കല്ലേ. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നീയും എന്തായാലും മരിക്കും. എടാ കിളവാ, ഫൈറ്റ് ചെയ്യാൻ നോക്ക്. ആ മോൺസ്റ്റേഴ്സൊക്കെ നിൻ്റെ പിന്നാലെ തന്നെ വരുന്നുണ്ട്. എന്തായാലും എനിക്കിവിടെ സർവൈവ് ചെയ്തേ പറ്റൂ. ആ മാസ്റ്റർ ഒരു മണ്ടനായതുകൊണ്ട് തന്നെ ഷായ് മരിക്കും ചെയ്തു, എനിക്ക് ലക്കും കിട്ടി. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊരു ഷിറ്റി ഗെയിമാണെന്ന്. ബാക്കിയുള്ള 2 ഗോബ്ലിൻസിനെ നീ തന്നെ തീർക്ക്. ഓക്കെ, എനിക്ക് കിട്ടിയവരെ. നോക്കുമ്പോൾ പെട്ടെന്നാണ് ആദ്യത്തെ ഒരു ഗോബ്ലിൻ വന്ന് നമ്മുടെ ഹീറോനെ കടിച്ചത്. എനിക്കറിയില്ല ഞാൻ എങ്ങനെയാണ് ഈ പിഗ്മി ആപ്പിൽ സമ്മൺ ചെയ്യപ്പെട്ടതെന്ന്. പക്ഷേ ഇവിടെ ആകെ എനിക്കറിയാവുന്ന ഒറ്റ കാര്യം, ഹാൻസ്യോജിനായ ഞാൻ ഇവിടെ ഹാനിസിലാത്ത് എന്ന് പറഞ്ഞൊരു 1 സ്റ്റാർ ഹീറോ ആയിട്ടാണ് സമ്മൺ ചെയ്തിരിക്കുന്നത്. യു ബാസ്റ്റേഡ്സ്. ഹീറോ ആണെങ്കിൽ ഗോബ്ലിൻസൊക്കെ അടിച്ചൊതുക്കി വിടുകയാണ്. ഞാൻ ഈ ലോകത്തിലോട്ട് വരുന്നതിന് മുന്നേ ആ 999 ലെവലിൽ കിടക്കുന്ന ആ ഒരു മോൺസ്റ്റർ എന്നെ നോക്കി ചിരിക്കുകയാണ് ചെയ്ത്. ഇപ്പം എനിക്കൊരു കാര്യം ഉറപ്പായി, എന്തായാലും അതാണ് എന്നെ ഇതിൻ്റെ ഉള്ളിലോട്ട് പിടിച്ചു കൊണ്ടുവന്ന്. നീയൊരു റോങ് പേഴ്സൻ്റെ ഒപ്പമാണ്ടാ കളിച്ചോണ്ടിരുന്ന എന്ത്. ഹീറോ ബാക്കിയുള്ള ഗോബ്ലിൻസിൻ്റെ ഒക്കെ കണ്ട് കൊന്നു കളഞ്ഞു. ഏയ് നിൻ്റെ കൈ നോക്ക്. അതൊന്നും കുഴപ്പമില്ല, ഇതിവിടുന്ന് പോയാൽ അപ്പം തന്നെ ശരിയാവും. ഈ ഗെയിമത്തെ കോമ്പാക്റ്റിലൊന്നും ഒരു പ്ലെയറും കൺട്രോൾ ചെയ്യണില്ല. അതുകൊണ്ട് തന്നെ എല്ലാ ഹീറോസിനും ഓട്ടോമാറ്റിക്കലി എന്നെ ചെയ്യേണ്ടി വരികയാണ്. പക്ഷേ എന്നിട്ടും ഈ ഗെയിമിന് ഓൾ ഓവർ ദി വേൾഡ് 1 മില്യൺ ഡൗൺലോഡ്സ് ഉണ്ട്. ഞാനിവിടെ നിൽക്കാനുള്ള കാരണം തന്നെ ഈ ലോകത്തിൽ ഏതോ ഒരുത്ത ദൈവത്തെ പോലെ എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിനക്കെന്താടാ ഇതിൽ നല്ല ഫണ്ണുണ്ടോ? പെട്ടെന്ന് തന്നെ നിന്നെ വന്ന് തീർത്തോളാം. ഞാനും ഈ പിഗ്മി ആപ്പ് നല്ല രീതിക്ക് എൻജോയ് ചെയ്ത് കളിച്ചിരുന്നൊരു പ്ലെയറായിരുന്നു. ഐറ്റം ക്രാഫ്റ്റിങ്ങും ടാക്ടിക്സും സ്ട്രാറ്റജി, ഹീറോ അസെൻഷൻ, അങ്ങനെ ഒരുപാട് ഹിഡൻ ഫീച്ചേഴ്സ് ഉണ്ടായിരുന്നു. ഇതിനെ എന്തൊക്കെ ഷിറ്റി ഗെയിം എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിലും ഇത് ഞാൻ ഒരിക്കലും ക്വിറ്റ് ചെയ്തിട്ടില്ല. ഞാനാണ് ഈ ഗെയിമത്തെ 5th റാങ്കർ ലോക്കി. നീ കണ്ടോടാ, ഞാൻ അവസാനം വരെയും സർവൈവൽ ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അടുത്ത മെസ്സേജ് വന്നു, സ്റ്റേജ് ക്ലിയറായി, ലെവലപ്പ് ആയി എന്നും പറഞ്ഞിട്ട്. അവർക്കാണ് ഈ റിവാർഡ്സും കിട്ടി. ആ ഗെയിമത്തെ MVP തന്നെ നമ്മുടെ ഹീറോ ആയിരുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, തൽക്കാലത്തിന് ഇന്നത്തെ എപ്പിസോഡ് ഞാനിവിടെ നിർത്തുകയാണ്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് ഇതിൻ്റെയൊക്കെ ബാക്കി അടുത്ത എപ്പിസോഡിൽ നോക്കാം. ഇനി ഹീറോക്ക് ഒരുപാട് ഫ്ലോർ ക്ലിയർ ചെയ്ത് പോകാനുണ്ട്. അപ്പോൾ അതൊക്കെ എന്താണെന്നുള്ളത് നിങ്ങൾ കാണണ്ടേ. മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു കിടിലൻ വീഡിയോ വരുന്നവർക്കും ബൈ.